രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വദേശികൾക്കൊപ്പം മലയാളികളുൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളും റോഡ് മാർഗമാണ് ഹജ്ജിന് മക്കയിലേക്ക് പുറപ്പെടുന്നത്. റിയാദ്, ദമാം നഗരങ്ങളിൽ നിന്ന് ഇന്നലെ മക്കയിലേക്ക് തിരിച്ച ഹാജിമാർ മദീന വഴിയും ഇന്ന് പോകുന്നവർ നേരിട്ട് മക്കയിലേക്കുമാണ് എത്തുക. ജിദ്ദയുൾപ്പെടെയുള്ള പടിഞ്ഞാറൻ പ്രവിശ്യയിലെ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഹാജിമാർ ദുൽഹജ്ജ് 8 ഹജ്ജിന്റെ ആദ്യ കർമ്മങ്ങൾക്കായി നേരിട്ട് മിനയിലേക്ക് പ്രവേശിക്കും. നിയമവിധേയമായി ഹജ്ജിന് പോകുന്നവർക്കുള്ള അനുമതിപത്രം ഇതിനകം ഹാജിമാർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് സ്കാനിങ്ങിലൂടെ ഹാജിയുടെ വിവരമറിയുന്ന QR കോഡ് എന്ന പേരിലറിയുന്ന ക്വിക്ക് റെസ്പോൺസ് ബാർകോഡ് സംവിധാനത്തോടെയാണ് ഇത്തവണ അനുമതിപത്രം തയ്യാറാക്കിയത്. QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഹാജിയുടെ പേര്, ഇഖാമ, ഹജ്ജ് ഏജന്റിന്റെ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കും. ഇത് ചെക്ക് പോയിന്റുകളിലെ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കും. പുതിയ മൊബൈൽ സെറ്റുകളിലും QR റീഡിംഗ് സൗകര്യമുള്ളതിനാൽ വ്യാജ അനുമതിപത്രങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതാണ്. റോഡ് മാർഗം മക്കയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രയാണം ആരംഭിച്ചതോടെ ഹൈവേകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളും വിപുലപ്പെടുത്തിയിട്ടുണ്ട്. നാളെയോടെ മക്കയിലേക്കുള്ള മുഴുവൻ ഹൈവേകളും തീർത്ഥാടകർക്ക് വഴിമാറും. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്.